ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും താരിഫ് ഭീഷണികളും അടുത്തിടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ ഗണ്യമായി തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇത് ഇന്ത്യയും ചൈനയും തമ്മിൽ പുതിയൊരു സഖ്യത്തിന് വഴിയൊരുക്കുമോ? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വളർന്നു വന്ന ഇന്ത്യ US ബന്ധത്തെ ഇതെങ്ങനെ ബാധിക്കും? നമുക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കാം. ട്രംപിന്റെ ഭീഷണി പ്രസംഗത്തിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയിലെ മുൻ US അംബാസഡർ നിക്കി ഹേലി ട്രംപിന്റെ നീക്കത്തെ വിമർശിച്ചിരുന്നു. നിർണായകമായ ഈ സമയത്ത് ട്രംപിന്റെ നീക്കം US ഇന്ത്യ ബന്ധം വഷളാക്കിയേക്കാമെന്നും ചൈനയ്ക്ക് അനുമതി നൽകരുതെന്നും ഇന്ത്യ പോലുള്ള ഒരു സഖ്യകക്ഷിയെ അകറ്റരുതെന്നും അവർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 25% താരിഫും റഷ്യൻ പിഴയും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഈ വിവാദങ്ങൾ ആരംഭിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ യുഎസിന് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താരിഫുകൾ ചുമത്തുന്ന രാജ്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന പ്രതിരോധ ഇടപാടുകളിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം വാങ്ങുന്നവരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെ ഇന്ത്യ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ ഉയർന്ന താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ താരിഫ് ഗണ്യമായി ഉയർത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചില വിദഗ്ധർ പറയുന്നത് ട്രംപിന്റെ ഈ നിലപാട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതിലുള്ള അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്നുണ്ടായതാണെന്നാണ്. അതുപോലെ അമേരിക്കൻ ജോലികൾ ഇന്ത്യക്കാർ എടുക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന തന്റെ അനുയായികളെ തൃപ്തിപ്പെടുത്താനും ട്രംപ് ശ്രമിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. ട്രംപിന്റെ താരിഫ് ഭീഷണിക്കെതിരെ ഇന്ത്യ ശക്തമായ നിലപാടാണ് എന്തായാലും സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും രാജ്യം സ്വീകരിക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം രാഷ്ട്രീയമല്ല, മറിച്ച് ആഗോള വിപണിയിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ഇന്ത്യ പറഞ്ഞു. ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് യൂറോപ്പിലേക്ക് എണ്ണ വിതരണം വഴിതിരിച്ചു വിട്ടപ്പോൾ ആഗോള ഊർജ്ജ വിപണിയെ സ്ഥിരതപ്പെടുത്താൻ അമേരിക്ക തന്നെ ഇന്ത്യയുടെ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ഇന്ത്യ ഓർമ്മിപ്പിച്ചു. ഇന്ത്യയുടെ അതേ നിലപാടാണ് ചൈനയും സ്വീകരിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ യുഎസിന്റെ ഇരട്ടത്താപ്പിനെ ചൈന ശക്തമായി വിമർശിച്ചു. റഷ്യയുമായി യുഎസ് തന്നെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഇത് യുഎസിന് മാത്രം ബാധകമാകുന്ന ഒന്നല്ലെന്നും ചൈനീസ് പ്രതിനിധിയായ ഗെങ് ഷുവാങ് ഐക്യരാഷ്ട്രസഭയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ ചൈനീസ് മാധ്യമങ്ങൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പിന്തുണച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നും യുഎസ് സമ്മർദ്ദത്തിന് വഴങ്ങിയ ഈ നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോകില്ലെന്നും ചൈനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ ഭീഷണി ഇന്ത്യയെയും ചൈനയെയും കൂടുതൽ അടുപ്പിക്കുമോ എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2020 ഗാൽവാൻ താഴ്വരയിലെ അതിർത്തി സംഘർഷത്തിന് ശേഷം മരവിച്ച ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നതായി പലരും അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെ ഭരണം വീണ്ടും വന്നാൽ പാകിസ്ഥാനുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്നും ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്നും ഇന്ത്യൻ വിദഗ്ധർ വിശ്വസിക്കുന്നു. ഈ സാഹചര്യം മുതലെടുക്കാൻ ചൈന ശ്രമിക്കുമെന്നും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് യുഎസുമായി നേരിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ കൈലാസ് മാനസ് സരോവർ യാത്ര പുനരാരംഭിക്കുകയും ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസകൾ ഇന്ത്യ നൽകി തുടങ്ങുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും നഗരങ്ങൾക്കിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. എന്തായാലും ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ സഖ്യത്തിന് വഴിയൊരുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.